ദേശീയ രാഷ്ട്രീയത്തിൽ ആം ആദ്മിക്ക് തിരിച്ചുവരവിന് അവസരം ഒരുങ്ങുന്നതാണ് ഡൽഹി മദ്യനയ കേസിൽ ഇന്ന് പുറത്തുവന്ന വിധി എന്ന് പറയുന്നത്. ആം ആദ്മി തിരിച്ചു വരുന്നു, കെജ്രിവാൾ തിരിച്ചു വരുന്നു, BJPക്ക് ഏറ്റവും വലിയ പ്രഹരമേൽക്കുന്നു. ഡൽഹി രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ സംഭവമായിരുന്നു മദ്യനയ കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിക്കുമെതിരെ തെളിവുണ്ടായില്ല എന്ന നിരീക്ഷണത്തോടെ കോടതി ഇവരെ കുറ്റവിമുക്തമാക്കുന്നത്. ഈ വിധിയോട് വൈകാരികമായിട്ടാണ് കെജ്രിവാൾ പ്രതികരിച്ചതും. എന്തായാലും ഇരുവരും പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഡൽഹി റൌസ് അവന്യൂവിലെ പ്രത്യേക CBI കോടതി അന്വേഷണം നടത്തി CBIക്കെതിരെ ശക്തമായിട്ടുള്ള വിമർശനം നടത്തുകയും ചെയ്തു. ഇത് കേന്ദ്ര ഏജൻസിക്കേറ്റ കനത്ത തിരിച്ചടിയാണ്. കേന്ദ്ര ഏജൻസിക്ക് മാത്രമല്ല, അമിത്ഷായ്ക്കും മോദിക്കും ഉൾപ്പെടെ. തെളിവില്ലാത്ത കേസിൽ ഉൾപ്പെടുത്തിയത് എന്തിനെന്ന് കോടതി CBIയോട് ചോദിച്ചപ്പോൾ അവിടെ മൗനം പാലിക്കുകയാണ്. മാത്രമല്ല, സത്യം ജയിച്ചു എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ് കെജ്രിവാൾ പൊട്ടിക്കരയുകയും ചെയ്തു. അത് അദ്ദേഹത്തിന്റെ ഒരു വലിയ തിരിച്ചുവരവാണ്. കാരണം ഈ കേസിലായിരുന്ന സമയത്ത്, അതായത് കെജ്രിവാളിനെ പൂട്ടാൻ BJP പദ്ധതി ഇടുന്ന സമയത്തും വലിയ രീതിയിലുള്ള റെയ്ഡും പോലീസ് സന്നാഹങ്ങളോടുള്ള വരവും ഒക്കെ കണ്ടിരുന്നപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും അതിന്റെ നടുവിൽ നിന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു, ഒരു കരുത്തുറ്റ മുഖ്യമന്ത്രിയായിരുന്നു കെജ്രിവാൾ എന്ന് പറയുന്നത്. അദ്ദേഹം പലതവണ പറഞ്ഞു, ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്ന പ്രഹരം ഇതിലും വലുതായിരിക്കും എന്നുള്ളതൊക്കെ. അതായത് വലിയൊരു വെല്ലുവിളിയൊക്കെ കെജ്രിവാൾ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നേരെയൊക്കെ നടത്തിയിരുന്നു. കാരണം ഇതിന്റെ ഏറ്റവും പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP തന്നെയാണ്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്ന് കെട്ടിച്ചമച്ച കേസാണ് ഇതെന്നും കെജ്രിവാൾ പറഞ്ഞിരുന്നു. ഇത് രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള തുടക്കമായിട്ട് വിലയിരുത്തപ്പെടുകയാണ്. അതായത് തിരിച്ചു വരികയാണ്, ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരികയാണ്. താനും മനീഷ് സിസോദിയും സത്യസന്ധരാണെന്ന് കെജ്രിവാൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് മോദിയും അമിത്ഷായുമാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന 5 നേതാക്കളെ അഴിക്കുള്ളിലാക്കി പാർട്ടി ഇല്ലാതാക്കാനുള്ള BJPയുടെ നീക്കമായിരുന്നു അത്. സത്യം എപ്പോഴും വിജയിക്കും, ഞാൻ അഴിമതിക്കാരനല്ല എന്നാണ് കെജ്രിവാൾ പറഞ്ഞത്. മാത്രമല്ല, കെജ്രിവാളും സിസോദിയും സത്യസന്ധരാണെന്ന് കോടതി പറയുകയും ചെയ്തു. ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്, കേന്ദ്ര ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം ഈ കേസ് എങ്ങനെ വന്നു, ഈ കേസിൽ എന്തൊക്കെയാണ് ആരോപണങ്ങൾ, ഈ കേസിലെ കഴമ്പില്ലാത്തതിനാൽ ഇതാര് കെട്ടിച്ചമച്ചതാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇനി ഉയരും. മാത്രമല്ല, കോടതി ചോദിച്ചതിനും അവർക്ക് ഒരു ഉത്തരവില്ലാതായി പോയി. എന്തായാലും കോടതി ഇവരെ കുറ്റവിമുക്തമാക്കിയപ്പോൾ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി എന്തായാലും BJP കേട്ടിട്ടുണ്ട്. ഇനി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നും മുഖ്യമന്ത്രിയെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ജയിലിലിടുകയായിരുന്നു എന്നുമാണ് കെജ്രിവാൾ പറഞ്ഞത്. എന്റെ ജീവിതത്തിലെ സത്യസന്ധത മാത്രമേ ഞാൻ നേടിയിട്ടുള്ളൂ എന്നാണ് കെജ്രിവാൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മാത്രമല്ല, കോടതി വിധി കേട്ട ശേഷം വീട്ടിലെത്തിയ കെജ്രിവാൾ ഭാര്യയെയും തനിക്ക് പിന്തുണ ഏകിയവരെയൊക്കെ കെട്ടിപ്പിടിച്ചൊരു കരയുന്ന ഒരു രീതിയിലേക്കായിരുന്നു. മാത്രമല്ല, അതിനൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സിസോദയും ഒപ്പമുണ്ടായിരുന്നു. സിസോദയും ഇതിനെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്. അതായത് നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നുണ്ട്, നമ്മളുടെ ഭരണഘടനയിൽ വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊപ്പം നിന്ന് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചുവരവ് ആം ആദ്മി പാർട്ടിക്ക് ഉടനെ തന്നെ കാണും. ബാബാ സാഹിബ് അംബേദ്കർജിയുടെ ദീർഘവീക്ഷണമുള്ള ചിന്തയിലും അദ്ദേഹം തയ്യാറാക്കിയ ഭരണഘടനയിലും എനിക്ക് ഒരിക്കൽ കൂടി അഭിമാനം തോന്നുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, മോദിജിയുടെ പാർട്ടി മുഴുവനും എല്ലാ അന്വേഷണ ഏജൻസികളും തെളിയിക്കാൻ ശ്രമിച്ചിട്ടും കെജ്രിവാളും സിസോദിയും സത്യസന്ധരാണെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇത് തന്നെയാണ് BJP കേൾക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത്. മാത്രമല്ല, കേന്ദ്ര ഏജൻസികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു പ്രശ്നം ഇതിൽ നിന്ന് ഉണ്ടാവും. കാരണം അവരാണല്ലോ ഈ കേസ് കൊണ്ടുവന്നതും ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതായത് CBI ഒരു ആരോപണം ഉന്നയിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ആണെന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം ഒരു കേസ് തെളിയിക്കുന്നതിന് പകരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. പക്ഷേ ഈ ആരോപണത്തിന് കഴമ്പില്ല എന്ന് കോടതി കണ്ടെത്തിയപ്പോഴത്തേക്കും തലക്കിട്ടടിച്ചത് ഈ കേന്ദ്ര ഏജൻസികൾക്ക്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BJP നേതാക്കൾക്കുമാണ്. അതായത് അമിത്ഷായും മോദിജിക്കും ഒക്കെ വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷകളൊക്കെ തകിടം മറിയുന്ന രീതിയിലാണ് ഈ ഒരു വിധി വന്നത്. എന്തായാലും ഈ വിധിയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കരുത്തുറ്റ നേതാവായിട്ട് കെജ്രിവാൾ എന്തായാലും വരും. വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി അവര് കൊടുക്കും. അതെന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്. ഇനി എന്തായാലും വിധിക്കെതിരെ CBI അപ്പീൽ നൽകിയേക്കും എന്നുള്ളൊരു സൂചനയുണ്ട്. ആയിരക്കണക്കിന് പേജുകളുള്ള CBI കുറ്റപത്രത്തിൽ ആരോപണങ്ങൾ തെളിയിക്കാൻ ഈ പര്യാപ്തമായിട്ടുള്ള സാക്ഷിമൊഴികൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അറസ്റ്റിലായ കെജ്രിവാൾ 2 തവണ 156 ദിവസവും സിസോദിയ 530 ദിവസം ജയിലിൽ
കിടത്തിയിരുന്നു. കേസിൽ വെറുതെ വിട്ടവരിൽ തെലങ്കാന ജാഗ്രതി പ്രസിഡന്റ് കെ കവിതയുമുണ്ട്. തെലങ്കാന മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കൂടിയാണ് കവിത എന്ന് പറയുന്നത്. കേജ്രിവാളും സിസോദിയും കവിതയും അടക്കം 23 പേരായിരുന്നു ഈ ഒരു കള്ള കേസിൽ അകത്ത് പോയിരുന്നത്. റദ്ദാക്കപ്പെട്ട ഡൽഹി മദ്യനയത്തിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ സൗത്ത് ലോബിയിൽ നിന്ന് 100 കോടി രൂപ കൈപ്പറ്റിയെന്നായിരുന്നു CBIയുടെ ആരോപണം എന്ന് പറയുന്നത്. പക്ഷേ ഈ ആരോപണങ്ങളാണ് ഇപ്പോൾ കഴമ്പില്ലാതെ കോടതിയെ അതിൽ ഒരു വ്യക്തത വരുത്തിയതും വിധി പുറപ്പെടുവിപ്പിച്ചതും. എന്തായാലും BJPക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ തിരിച്ചടിയാണ്. വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റത്തോടെ ആം ആദ്മി അല്ലെങ്കിൽ കേജ്രിവാൾ വരും.